എല്ലാവർക്കും നമസ്കാരം. ഹോട്ടസ് ലേണിംഗിന്റെ പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറുകളുടെ ചരിത്രമെന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയൊരു ബോറൻ ടോപ്പിക്കാണെന്ന് വിചാരിക്കാൻ വരട്ടെ. സത്യത്തിൽ മനുഷ്യന്റെ ബുദ്ധിശക്തി സാങ്കേതികവിദ്യയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നതിന്റെ ഏറ്റവും കിടിലനൊരു യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ കമ്പ്യൂട്ടർ തലമുറകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എപ്പോഴും കാണാറുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി കാണാതെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും എക്കാലത്തേക്കും ഓർത്തിരിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, പണ്ടൊക്കെ ഒരു വലിയ മുറിയുടെ അത്രയും വലിപ്പമുണ്ടായിരുന്ന ഒരു യന്ത്രം ഇന്ന് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് മാറിയത്? എന്ത് മാജിക്കാണ് അവിടെ സംഭവിച്ചത്? ഇതാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. 1940 മുതൽ ഇന്ന് വരെയുള്ള ഈ വലിയ മാറ്റത്തെ നമ്മൾ പ്രധാനമായും 5 തലമുറകളായിട്ടാണ്, അതായത് 5 ജനറേഷൻസ് ആയിട്ടാണ് തിരിക്കുന്നത്. ഇതിൽ ഓരോ ഘട്ടത്തിലും ടെക്നോളജിയിൽ വളരെ കൃത്യമായ ചില ഗെയിം ചേഞ്ചിങ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ തലമുറയിലേക്ക് വരാം. 1940 മുതൽ 1956 വരെയുള്ള കാലം. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭീമൻ കമ്പ്യൂട്ടറുകളുടെ എൻട്രി. ഈ ആദ്യകാല കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയിൽ ഉപയോഗിച്ചിരുന്ന വാക്വം ട്യൂബുകളായിരുന്നു. പക്ഷെ ഇതിനൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ചൂടാകും. മാത്രമല്ല, ഭീമമായ അളവിൽ കറണ്ട് വലിച്ചെടുക്കുകയും ചെയ്യും. ഇതിന്റെ വലിപ്പം പറയാതിരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് അക്കാലത്തെ ENIAC, UNIVAC പോലെയുള്ളവയ്ക്ക് ഏകദേശം 30 ടണ്ണോളമൊക്കെയായിരുന്നു ഭാരം. ഒരൊറ്റ കമ്പ്യൂട്ടർ വയ്ക്കാൻ വലിയൊരു ഹോള് തന്നെ വേണ്ടിയിരുന്നു. അപ്പോ ഇത്രയും വലിയൊരു മെഷീൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെയാണ് ഇതിനൊരു പരിഹാരം വേണമെന്ന് എഞ്ചിനീയർമാരെ ചിന്തിക്കുന്നതും വാക്യൂം ട്യൂബുകൾക്ക് പകരം ട്രാൻസിസ്റ്ററുകൾ കണ്ടെത്തുന്നതും. സത്യത്തിൽ ഹാർഡ്വെയർ രംഗത്തെ ഒരു വമ്പൻ വിപ്ലവമായിരുന്നു അത്. ഈ വിപ്ലവകരമായ മാറ്റമാണ് രണ്ടാം തലമുറയ്ക്ക് തുടക്കം കുറിച്ചത്. 1956 മുതൽ 1963 വരെയുള്ള കാലം. കമ്പ്യൂട്ടറുകൾ കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇവിടെ വെച്ചാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാന പോയിന്റ് ഇതാണ്. വാക്വം ട്യൂബുകൾക്ക് പകരം ട്രാൻസിസ്റ്ററുകൾ വന്നതോടെ കമ്പ്യൂട്ടറുകളുടെ വലിപ്പം പകുതിയിലധികമായി കുറഞ്ഞു. വേഗതയും കൂടി, ഒപ്പം വൈദ്യുതിയും വലിയ തോതിൽ ലാഭിക്കാൻ പറ്റി. CDC 3600 അതുപോലെ IBM 14001 ഒക്കെ ഈ സമയത്തെ സൂപ്പർ ഹിറ്റ് മോഡലുകളായിരുന്നു. കാലം വീണ്ടും മാറി. 1964 എത്തി. വീണ്ടും കമ്പ്യൂട്ടറുകൾ ചെറുതാകണം, വേഗത കൂടണം. അവിടെയാണ് ഈ ചരിത്രത്തിലെ അടുത്ത മാന്ത്രിക വിദ്യ സംഭവിക്കുന്നത്. മൂന്നാം തലമുറ. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലെങ്കിൽ IC എന്ന് നമ്മൾ വിളിക്കുന്ന സിലിക്കൺ ചിപ്പുകളുടെ വരവാണ് മൂന്നാം തലമുറയുടെ ഹൈലൈറ്റ്. ഈ ചിപ്പുകൾ വന്നതോടെ കമ്പ്യൂട്ടറുകൾ ശരിക്കും ഒതുങ്ങി ഒരു സാധാരണ മേശപ്പുറത്ത് വെക്കാവുന്ന സൈസിലായി. നമ്മളീ കാണുന്ന കീബോർഡും മോണിറ്ററുമൊക്കെ ആദ്യമായിട്ട് കമ്പ്യൂട്ടറിന്റെ ഭാഗമാകുന്നത് ഈ കാലത്താണ്. അടുത്തത് നാലാം തലമുറയാണ് കേട്ടോ. 1971 തുടങ്ങി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണിത്. ഈ കാലഘട്ടത്തെ മാറ്റിമറിച്ചത് VLSI അഥവാ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന സാങ്കേതികവിദ്യയാണ്. അതായത് ആയിരക്കണക്കിന് സർക്യൂട്ടുകളെ വളരെ ചെറിയൊരു മൈക്രോ പ്രോസസർ ചിപ്പിലേക്ക് കുത്തിനിറയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തൊരു മുന്നേറ്റമായിരുന്നു അത്. ഈ ഒരൊറ്റ ചിപ്പിന്റെ കണ്ടുപിടുത്തമാണ് നമ്മുടെയൊക്കെ വീടുകളിലും ഓഫീസുകളിലുമുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും വഴിയൊരുക്കിയത്. DEC-10, സ്റ്റാർ 1000 തുടങ്ങിയവയാണ് അക്കാലത്തെ പ്രധാന ഉദാഹരണങ്ങൾ. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, 5ാം തലമുറ. ഇന്നത്തെയും നാളത്തെയും ലോകം ഭരിക്കാൻ പോകുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയ തലമുറ. ഇതിന്റെ കോർ ടെക്നോളജി എന്ന് പറയുന്നത് ULSI അഥവാ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനാണ്. ഇതുതന്നെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിക്ക് ചിറക് നൽകിയത്. നമ്മൾ കമാൻഡ് കൊടുത്തിട്ട് മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മനുഷ്യരെ പോലെ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും യന്ത്രങ്ങൾക്ക് കഴിയുന്നത് ഈ ടെക്നോളജിയിലൂടെയാണ്. ഇന്ന് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ഈ സ്മാർട്ട് ഫോണില്ലേ, 30 ടൺ ഭാരമുണ്ടായിരുന്ന ആദ്യത്തെ കമ്പ്യൂട്ടറിനേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് പവർഫുള്ളാണ് കേട്ടോ ഇത്. അത്യാധുനിക റോബോട്ടുകൾ, IBM നോട്ട്ബുക്കുകൾ, ഡ്യുവൽ കോർ സിസ്റ്റങ്ങൾ, ഇതെല്ലാം ഈ പുതിയ 5ാം തലമുറയുടെ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം വളരെ രസകരമായ കാര്യങ്ങളാണെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഉറപ്പായും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓരോ ജനറേഷനിലെയും പ്രധാന സാങ്കേതികവിദ്യ ഏതാണെന്നുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾ മനസ്സിൽ ഒരു ഫോട്ടോ എടുത്തു വെച്ചോളൂ.
ഒന്നാം തലമുറയിൽ വാക്വം ട്യൂബുകൾ, രണ്ടാമത്തേതിൽ ട്രാൻസിസ്റ്ററുകൾ, മൂന്നാം തലമുറയിൽ IC, നാലാം തലമുറയിൽ VLSI, അഞ്ചാം തലമുറയിൽ ULSIയും AIയും. ഇത്രയുള്ളൂ കാര്യം. പരീക്ഷാ ഹാളിൽ ഈ ഒരു ക്രമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. വലിയൊരു ഹാളിന്റെ അത്രയും വലിപ്പമുണ്ടായിരുന്ന ഒരു യന്ത്രത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മളോട് തിരിച്ച് സംസാരിക്കാനും സ്വന്തമായി ചിന്തിക്കാനും കഴിവുള്ള AI-യിലെത്തി നിൽക്കുന്ന ഈ വളർച്ച ശരിക്കും ഒരു വിസ്മയം തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇനി വരാൻ പോകുന്ന തലമുറയിൽ കമ്പ്യൂട്ടറുകൾ നമ്മെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുക? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എക്സാമിന് വേണ്ടി പഠിക്കുന്നവരായാലും ടെക്നോളജി ഇഷ്ടപ്പെടുന്നവരായാലും ഈ ഒരു എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇത്തരം കൂടുതൽ ക്ലാസുകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ഹോട്ടസ്റ്റ് ലേണിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.